എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മഹാരാഷ്ട്രയിലെ സ്പെഷ്യലായിട്ടുള്ള വടാപ്പാവാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പാവ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നതാണ്. അത് കൂടാണ്ട് ഞാൻ പാവ് ഉണ്ടാക്കുന്ന രീതി ഒരു പ്രാവശ്യം എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാവില്ലാണ്ടും ഈ വടയും ഗ്രീൻ ചട്നിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മല്ലിയുടെ ഇലയുടെ മാത്രമുള്ള ചട്നിയും മല്ലിയുടെ ഇല പുതിന ഇല മിക്സ് ചെയ്തിട്ടുള്ള ചട്നി, ഏത് ചട്നി വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഇത് മാത്രം വെച്ചിട്ട് ഇത് കൂട്ടിയിട്ട് മാത്രം ഇത് കഴിക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ പാവിൻ്റെ ഉള്ളിൽ വട നമ്മൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മുംബൈയുടെ സ്പെഷ്യലായിട്ടുള്ള വടാപ്പാവ് എങ്ങനെ ഉണ്ടാക്കണമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടയില്ലാണ്ട് ഇതുപോലെ വെള്ളം ഒട്ടും ഇല്ലാണ്ട് തന്നെ പൊടിച്ച് വയ്ക്കണം. ഇതുപോലെ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിനകത്തേക്ക് നമ്മളിതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് കടലപ്പൊടിയിലാട്ടോ. അപ്പോൾ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള കടലപ്പൊടി കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാമിന് ഏകദേശം 1 കപ്പ് കടലമാവ് വേണ്ടി വരും. അപ്പോൾ കടലപ്പൊടിയിലേക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കടലപ്പൊടി ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യും. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ഒഴിവാക്കണതായിരിക്കും നല്ലത്. പക്ഷേ സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആ മാവ് ശരിക്കും നല്ലോണം വീർത്ത് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് 280 ഗ്രാം പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. ഇത് അല്ലാതെ വേറെ രീതിയിലും ഇത് ചെയ്യും കേട്ടോ. അത് ഞാൻ വേറെ കാണിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മല്ലി ഉണ്ടല്ലോ, മുഴുവൻ മല്ലീനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് വളരെ കുറച്ച് മതി, 1 ടീസ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്തോളൂ. എല്ലാം ഞാൻ തുല്യ അളവിൽ എടുത്തിട്ട് ഇതാ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് എടുക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം. ഒരുപാട് നല്ല തിക്കായിട്ടുള്ള എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, 8 പച്ചമുളക്, ഇത്രയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനെയാണ് ഞാൻ ഇതിനകത്തേക്ക് 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 250 ഗ്രാം അളവിന് ഇത് മതിയാകും. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടതാണ് മല്ലിയുടെ ഇല കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിനകത്തേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഒരുപാട് പുളി ആയി കഴിഞ്ഞാൽ കൊള്ളില്ല കേട്ടോ. അപ്പോൾ അത് മുഴുവൻ ആവശ്യം വരില്ല. കുറച്ച് ചേർത്തിട്ട് നോക്കാം, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ബാറ്റർ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 നുള്ള് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് 1.5 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുക. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ സോഡാപ്പൊടി അല്ലെങ്കിൽ ഫ്രൂട്ട് സോൾട്ടൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ ചൂടായി തയ്യാറാക്കണതിന് തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർക്കണതുകൊണ്ട് സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളർ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ കടലപ്പൊടീനെ ഞാൻ കട്ടയില്ലാണ്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ വേണം ഇതിരിക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കിയിട്ട് കലക്കരുത്. നമ്മളുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കനത്തിൽ വേണം കലക്കിയെടുക്കാനായിട്ട്. തീരെ പത്തലായിട്ട് കലക്കി കഴിഞ്ഞാൽ നമ്മളത് മുക്കുമ്പോൾ അതിനകത്ത് പിടിക്കില്ല അത്. അപ്പോൾ ഇതിനകത്തേക്ക് സോഡാപ്പൊടിയോ അല്ലെങ്കിൽ ഫ്രൂട്ട് സോൾട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തേക്കണോണ്ട് ചിലപ്പോൾ ഇത് ഏതെങ്കിലും ആഡ് ചെയ്യുമ്പോൾ ഈ സോഡാപ്പൊടിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ റെഡിഷ് കളറാവാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷനാണത്. അപ്പോൾ അങ്ങനെ പിന്നെ പഴയ സോഡാപ്പൊടിയൊക്കെയാണെങ്കിൽ അങ്ങനെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ വരെ, ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് വറക്കണതിന് തൊട്ട് മുന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വറുത്തെടുക്കാം.
അപ്പോൾ നമ്മുടെ വട അതുപോലെ കംപ്ലീറ്റ് ഇതാ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പാവിനെ ഒന്ന് മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ ഗ്രീൻ ചട്നീനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രീൻ ചട്നിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ ചേർക്കുന്നതാണ് എന്താ പറയുക, ലസൂൺ ചട്നി. പിന്നെ ഒണിയൻ വേണമെന്നുണ്ടെങ്കിൽ ഒണിയനും ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ലസൂൺ ചട്നി നിർബന്ധമൊന്നുമില്ല, ഇവിടെ കിട്ടും, അതുകൊണ്ട് ഞാൻ മേടിച്ചു എന്നുള്ളൂ. ഇത് ലസൂണ്, പീനട്ട്, അത് കപ്പലണ്ടി, പിന്നെന്താ പറയുക, കൊപ്ര, നമ്മളുടെ കൊട്ടത്തേങ്ങ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. പൊടിച്ചാണ് എടുക്കണേ. ഇതധികം നാളിരിക്കില്ല, പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പോൾ ഇത് തേച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു വട വെച്ച് കൊടുക്കുക, ഇതിനെ കവർ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വടാപ്പാവ് റെഡിയായി. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാനിതാ പച്ചമുളക് വറുത്തിട്ടുണ്ട്. പച്ചമുളകിനെ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചമുളകിന് ഒരു കട്ട് ചെയ്തിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വടാപ്പാവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് ഒണിയനും ചേർത്തിട്ട് പല സ്ഥലത്തുകളിൽ നിന്ന് പല രീതിയിലാണ് കേട്ടോ കിട്ടാറ്. ഒണിയൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ കൂടി ഇടാറുണ്ട്. പിന്നെ ഈ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ, ഞാൻ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കോൺഫ്ലെക്സ് വറുത്തത് ഇതിൻ്റെ കൂടെ ചേർത്ത് തരാറുണ്ട്. അപ്പോൾ പല രീതിയിൽ പല സ്ഥലത്തു നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ ഒണിയൻ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഗ്രീൻ ചട്നി മാത്രം തേച്ചിട്ടും വടാപ്പാവിനെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് മുംബൈയുടെ സ്പെഷ്യൽ വടാപ്പാവ്. ഇനി ഇതിൻ്റെ വേറൊരു വേർഷനും കൂടി ഞാൻ കാണിക്കാം, വേറൊരു രീതിയിൽ ചെയ്യണത്. അതും ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീഡിയോ പിടിച്ചിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.